part of Chernobyl tragedy. Last class we have discussed about the first part and how mostly Ignatenko and Lyudmila Ignatenko suffers the explosion and all those things, and after the explosion what all did she had did for Vasily Ignatenko, and they were asked to bring some milk for the affected people, and they she along with some of the one of the wife of Vasily's colleague went to a village to bring milk. Okay, so now we bought a bunch of 3 little bottles, 6, so there was enough for everyone, but they started throwing up terribly from the milk. They kept passing out. They got put on IVs. The doctors kept telling them they had poison by gas for some reason. No one said anything about radiation. അപ്പോൾ മിൽക്ക് വാങ്ങി കൊണ്ടുവന്നു. സോ മിൽക്ക് വാങ്ങി കൊണ്ടുവന്നപ്പം ഒരു 6 ബോട്ടിൽസോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 6 ബോട്ടിൽസ് കൊണ്ടുവന്നു. പക്ഷെ അവർ മിൽക്ക് കൺസ്യൂം ചെയ്ത പാടെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഈ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്ത് ചെയ്തു, അവർക്ക് IV ഗ്ലൂക്കോസൊക്കെ കൊടുത്തു. പക്ഷെ എല്ലാവരും പറഞ്ഞത് എന്താണ്, ഒരു ഗ്യാസ്, എന്തോ ഒരു ഗ്യാസിൻ്റെ പോയിസണാണ് ഇതെന്നാണ്. പക്ഷെ വേറെ ആരും തന്നെ റേഡിയേഷൻ്റെ കാരണം ആരോട് പറഞ്ഞില്ല, ഇവരോട് പറഞ്ഞില്ല. I couldn't get into the hospital that evening. There was a sea of people. I stood under his window. He came over and yelled something to me. It was so desperate. Someone in the crowd heard him. They were being taken to Moscow that night. All the wives got together in one group. We decided we would go with them. Let us go with our husbands. You have no right. We punched and we clawed. The soldiers, they were already soldiers. They pushed us back. Then the doctor came and said that they were flying to Moscow, but we needed to bring their clothing. The clothes they would wear at the station had been burned. The buses had stopped running already, and we ran across the city. We came running back with the bags, but the plane was already gone. They tricked us so that we wouldn't be there yelling and crying. So എന്താ പറയുക, ഇവർ അന്നത്തെ ഈവനിങ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്കറിയാം, ഒരു വലിയൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമൊക്കെ ഉണ്ടായാൽ അവിടെ ആ ഒരു ഹോസ്പിറ്റലിനോട് ചുറ്റിലും എന്തുണ്ടാവും, അതിന് പറ്റിയ ആൾക്കാരുടെ ബന്ധുക്കളുണ്ടാവും. സോ സിമിലർലി ദാറ്റ് ഈവനിങ് ല്യൂഡ്മില കനോട്ട് എൻ്റർ ഇൻ ടു ദ ഹോസ്പിറ്റൽ. കാരണം എന്താണ്, അവിടെ നിറച്ചും ഒരു കടലോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്, ല്യൂഡ്മില ഇഗ്നാറ്റെൻകോ പറയുന്നത്. And then she stood under the window where Vasily was being admitted. അപ്പോൾ വിൻഡോൻ്റെ താഴെ, ഏത് റൂമിൻ്റെ വിൻഡോൻ്റെ താഴെ ആരുണ്ടായിരുന്നു, പുറത്തായിട്ടായാലും ആരുണ്ടായിരുന്നു, ല്യൂഡ്മില ഉണ്ടായിരുന്നു. സോ ഹി കെയിം ആൻഡ് യെൽഡ് സംതിങ് ടു ഹെർ, ആൻഡ് വൺ ഓഫ് ദ പീപ്പിൾ ഇൻ ദ ക്രൗഡ് ഹേർഡ് ഹിം ആൻഡ് ടോൾഡ് ദം ദാറ്റ് ദേ വർ ബീങ് ടേക്കൺ ടു മോസ്കോ. മോസ്കോയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവരെല്ലാവരെയും ആര് പറയാണ്, ഈ ഒരു ക്രൗഡിലുള്ള ഒരാൾ വാസിലി പറയുന്നത് കേട്ടിട്ട് ല്യൂഡ്മിലനോട് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള എല്ലാ ഭാര്യമാരും കൂടെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് അവർ തീരുമാനിച്ചു, എന്തായാലും ഞങ്ങളുടെ ഹസ്ബൻഡ്സിനെ ഒറ്റയ്ക്ക് വിടില്ല, നിങ്ങളും കൂടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, അക്കമ്പനി ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഒച്ചടാനൊക്കെ തുടങ്ങി, അതുപോലെ ഉള്ളിലേക്ക് കയറാനും മാന്താനും ഒക്കെ തുടങ്ങി. സോ എന്തുണ്ടായെന്ന് വെച്ചാൽ they have arranged soldiers and they started pushing them back. അപ്പോൾ സോൾജേഴ്സ് അങ്ങോട്ട് ഉന്താൻ തുടങ്ങി. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണില്ലേ, പോലീസൊക്കെ ഉണ്ടാവാറില്ലേ ഓരോരോ കാര്യത്തിന്. സോ സിമിലർലി ഇവിടെ സോൾജേഴ്സാണ് അവരെ ബ്ലോക്ക് ചെയ്തിരുന്നത്. പിന്നീട് ഡോക്ടർ വന്നിട്ട് ഇൻഫോം ചെയ്തു, അവരെ മോസ്കോയിലേക്ക് കൊണ്ടുപോവാണ്. സോ അവർക്ക് ക്ലോത്തിങ്സ് വേണം, അപ്പം ക്ലോത്ത്സ് ഒക്കെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. സോ ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ബസ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ റേഡിയേഷൻ കിട്ടുന്ന എന്ത് സാധനം പിന്നീട് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആയിട്ട് മാറും. അതിപ്പോൾ ബസ്സാവട്ടെ, എന്തൊരു ജീവി പോലും ആവട്ടെ, അത് മൊത്തം എന്താണ്, അത് പിന്നീട് ഒരു പൂമ്പാറ്റ ആയിക്കോട്ടെ, പൂമ്പാറ്റേനെ പിന്നീട് അത് പൂമ്പാറ്റ എന്ന് പറയില്ല, പിന്നെ എന്താ പറയുക, ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് എന്നേ പറയൂ. അത്രയും റേഡിയേഷൻ അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. സോ
ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഓടിപ്പോയിട്ട് വേണം, നടന്ന് പോയിട്ട് ബെയർ ഫൂട്ടായിട്ട് നടന്ന് പോയിട്ട് വേണം ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരാൻ. അവർ തിരിച്ച് വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പ്ലെയിൻ ഓൾറെഡി ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റൽസിൻ്റെ ഒരു ട്രിക്കായിരുന്നു ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്താൻ, ഇവരൊന്ന് കുറച്ച് സമയത്തേക്ക് അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലുകാർ കണ്ടുപിടിച്ച വഴിയായിരുന്നു ക്ലോത്തിങ്സിന് വേണ്ടി ചോദിക്കുക എന്നുള്ളത്. ഓക്കെ. So later in the day, I started throwing up. I was 6 months pregnant, but I had to get to Moscow. In Moscow, we asked the first police officer we saw, where did they put the Chernobyl fireman? And he told us, which was a surprise. Everyone had scared us into thinking it was top secret. Hospital number 6 at the Shukinskaya stop. It was a special hospital for radiology, and you couldn't get in without a pass. ഓക്കെ. അപ്പോൾ ആ ഒരു ദിവസം എന്താണ്, ഈ നമ്മളെ ലൂഡ്മിലയും വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ എങ്ങനെ, ഞാൻ 6 months പ്രഗ്നൻ്റ് ആയിരുന്നു ലൂഡ്മില ഇഗ്നാറ്റൻകോ. പക്ഷെ എങ്ങനെയെങ്കിലും വാസ്ലിയുടെ അടുത്ത് എത്തണം എന്നായിരുന്നു ആരുടെ ആഗ്രഹം, ലൂഡ്മിലയുടെ ആഗ്രഹം. സോ ഇയാൾ മോസ്കോയിൽ ചെന്നു. ആൻഡ് മോസ്കോയിൽ കണ്ട ഫസ്റ്റ് പോലീസ് ഓഫീസറോട് ചെന്ന് എന്ത് ചോദിച്ചു, എവിടെയാണ് ഷെർണോബിൽ ഫയർമാനെ കൊണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അവരോട് ഏത് ഹോസ്പിറ്റലാണെന്നൊന്നും പറഞ്ഞ ഒരു ടോപ്പ് സീക്രട്ട് പോലെ ആയിരുന്നു കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ പോലീസ് ഓഫീസർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആൾ റിവീൽ ചെയ്തു. നമ്പർ 6 അറ്റ് ദ ഷൂക്കിൻസ്കായ സ്റ്റോപ്പിൽ നമ്പർ 6 ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റൽ എന്തിന് മാത്രം ഉള്ളതാണ്, റേഡിയോളജിക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ആരുള്ളത്, ഷെർണോബിൽ ഫയർമാൻ ഉള്ളത്. ഓക്കെ. ഐ ഗേവ് സം മണി ടു ദ വുമൻ അറ്റ് ദ ഡോർ ആൻഡ് ഷീ സെഡ് ഗോ അഹെഡ്. അപ്പോൾ എല്ലായിടത്തും പോലെ ബ്രൈബിങ് ഇതിലും ഉണ്ടായിരുന്നു, ബ്രൈബിങ്. അപ്പം എന്നുവെച്ചാൽ അവിടേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു പാസ് ഇല്ലാണ്ടൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡോറിൻ്റെ അടുത്ത് കണ്ടൊരു സ്ത്രീക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ആ ഒരു കടമ്പി ആര് കടന്നു, നമ്മളുടെ ലൂഡ്മില കടന്നു. ഓക്കെ.